ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവളാണ് എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് തരുന്നത്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഹെയറും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തായിരിക്കും, മേ ബി ചിലപ്പം ബീച്ചിൽ ഒക്കെ ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ റെഡിയാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ആൾക്ക് ചെറിയൊരു കുട്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ടൈം ലേറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. ഈവനിങ് ആണ് കേട്ടോ നമ്മുടെ ഷൂട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ കുറച്ചായാലും വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്, അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു എന്തുകൊണ്ടോ ഇത് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഔട്ട്ഫിറ്റൊന്നും മാറ്റിയിട്ടില്ല, അതിൻ്റെ താഴെ എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ട്. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഷർട്ട് മേലെ കൂടെ ഇട്ടു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ ഫുള്ളി ഇരുന്ന് കാണുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിനി ഒരുപാട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ പറഞ്ഞ് നമ്മളങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കാണാം. ഓക്കെ. ഇതാണ് നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്താ പേര്? എനിക്കറിയില്ല. ഇല്ല, എൻ്റെ പേര് എനിക്കറിയില്ല. ഇല്ല. നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലേ, എക്സൈറ്റഡ് ആണോ? ഞാനല്ലേ, ഈ എക്സൈറ്റഡ് ആണോ? അല്ല, നിങ്ങളെ മേക്കപ്പ് പുറത്ത് വരുന്നതിൽ ആണോ? അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നെയിൽ എക്സ്റ്റൻഷനൊക്കെ വെക്കുന്നത്. സൗണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഇതേതാ ബീച്ച്? മംഗലാംകുന്ന് ബീച്ചിലെത്തിയിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ലൈറ്റ് പോയി തുടങ്ങിയിട്ടൊന്നുമില്ല അല്ലേ. ക്രിസ്മസ് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എൻ്റെ മേക്കപ്പും ഔട്ട്ഫിറ്റും മൊത്തത്തിലുള്ള ഒരു ഇഷ്ടപ്പെട്ടു. പോലെ ഓക്കെ. ഇവിടെ 2 ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിഞ്ഞ സ്ഥലം തിരഞ്ഞു പോവാണ് കേട്ടോ. കാരണം എല്ലായിടത്തും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആരും ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഏരിയ തിരഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ ബൊക്കെ ആൾ തന്നെ ഉണ്ടാക്കിയതാണ്, ബുഷൊക്കെ വെച്ച് ഉണ്ടാക്കിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് 2-3 ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, പിന്നെ ഈ ബൊക്ക, പിന്നെ നമുക്ക് വൈന് കിട്ടാത്തത് കൊണ്ട് ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ നമ്മൾ അടിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ പിള്ളേർ ഇത് അടുത്ത് വന്നിട്ട് പന്ത് കളിക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് ബീച്ച് സൈഡിൽ നിന്ന് കുറച്ച് ക്ലിപ്സ് കിട്ടാൻ നോക്കാം അല്ലേ. ഏതാണ്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞു. കുറച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. മാറില്ലേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ജിമ്മിൽ ക്രിസ്മസ് പ്രോഗ്രാം വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പർച്ചേസിങ് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഷോപ്പിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങിയല്ലേ. അപ്പോൾ ഞാൻ ഇന്നൊരു റെഡൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്, ഒരു ക്രിസ്മസ് വൈബിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പ്രോഗ്രാം വരുന്നത് നാളെയാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വീഡിയോയിൽ കാണാം. ഓക്കെ, മാസ്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല, നല്ല വെയിലുണ്ട്, ഫാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോണത്. ഇപ്പോൾ മാസ്ക് മേടിക്കാൻ നിൽക്കുകയാണ്. ഗേൾസ് കണ്ടില്ലേ, ക്രിസ്മസ് പ്രമാണിച്ച് എല്ലായിടത്തും അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കേക്ക് എല്ലായിടത്തും സീസണാണ് ഗേൾസ്. ഞാൻ മാർക്കിസ്റ്റാണ് കേട്ടോ. മാർക്കിസ്റ്റ് തന്നെയല്ലേ പറയാ? ആ, LDF. ഇത് UDF. ഗ്രീനൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പച്ചയാണോ ചോപ്പാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെ, എണ്ണ കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ എടുക്കുന്നത് ഷബാന ഫുൾ ടാങ്ക് അല്ലേ? ഇജ്ജ് എന്നാലും ഒരു വട്ടം ഫുൾ ടാങ്ക് അടിക്കുമോ? ഇതാണ് ക്യാപ്പ് വരുന്നത്. ക്യാപ്പ് ഇത് പറഞ്ഞ ആ, അത് ഞാൻ അത് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഇതൊന്നും നല്ലപോലെ ആക്കണം. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് വരാണ്ട്, നാളെ കാണുള്ളൂ അല്ലേ? ആരാണെന്നുള്ള ക്ലയൻസിനോട് പറയരുത്, ഇതാരാണെന്നല്ലേ. ഒന്ന് താഴത്തേക്ക് ഫ്രണ്ടിലൊന്നും കൂടി. ക്രിസ്മസ് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വന്നിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെക്കറേഷൻസ് ഒക്കെ മേടിക്കാൻ വേണ്ടി വരണം. നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ വന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ കോളേജ് സീസണൊക്കെ ആയതുകൊണ്ട് ചിലപ്പം നമുക്ക് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡ്രസ്സൊക്കെ സെറ്റായി, നാളെയാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ നാളെ അത് കാണാം. ഇതെന്താ വൃത്തിമാനില്ലാത്ത നോക്ക്. ഹലോ, ഏയ് ഷബു, മിസ്റ്റർ ഷബു, സൗമ്യ ഇങ്ങനെ നമ്മൾ അപ്പൂപ്പൻ അപ്പൂപ്പന് റെഡിയാണ്. പക്ഷെ ആരാന്നുള്ളത് നാളെ ട്വിസ്റ്റ് ആണ് അല്ലേ? ഒന്നും കേൾക്കുന്നില്ല. ഇതൊന്നും മതി സൗമ്യ, 6 ഉണ്ടാവുള്ളൂ. അതാ എടി കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ്. ജിംഗിൾ ബെൽസ്.
കണ്ടോ പച്ച ചുവപ്പ് മാർക്കറ്റിലേക്ക് വന്ന പോലെ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനെ ഇത് രസമുണ്ട് കേട്ടോ. ഇത് വെച്ചാൽ ചിലപ്പോൾ കൊടുക്കുവാണെങ്കിൽ റീൽസ് എടുക്കാതിരുത്താലോ രണ്ടെണ്ണം എടുക്കണമെങ്കിൽ എടുത്തോ. ഇത് 2-3 വെക്കാം. താല്പര്യമുള്ള ഒരു ഫോട്ടോ നോക്കാം ഇത് വെച്ചിട്ട്. എന്റെ പല്ലാണ് ഫോട്ടോ എവിടെ? എന്റെ ബർത്ത്ഡേ ഫോട്ടോ. തെർമോക്കോളായിട്ട് ഉണ്ടാക്കിയതാണ്. ശബാനന്റെ ഇതൊക്കെ വേണമെങ്കിൽ അമ്മക്കും ഉണ്ടാക്കാം ഇന്ന്. ഇതൊന്നും ഉണ്ടാക്കിക്കേ. നേരല്ല അതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെ വരുള്ളൂ. ഇനി എന്താ വേണ്ട കാഴ്ച നിങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പൊ നമ്മുടെ സൗമ്യന്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും വ്ളോഗ് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. മാജിക് ബൾബ് ഇതാ ബലൂണൊക്കെ സെറ്റ് നടത്തണം വെക്കാം. 3 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മിനി മെത്തേഡ്, മിനി മെത്തേഡ്, മിനി മെത്തേഡ്. ഇവിടെ ലൈറ്റ് തൂക്കും. അതാണ് പ്രശ്നം. ഒരു ഐഡിയ ഇല്ലാതെ ഡെക്കറേഷൻസ് വാങ്ങാൻ വന്ന 2 പിള്ളേർ. ഞങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി വരുമ്പോ സർപ്രൈസ് ആണ്. നമുക്കിത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഇതെന്താന്നുള്ള നമുക്ക് അറിയില്ല. അപ്പൊ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ ഉള്ള എന്താണ് ആ റിസ്ക് എടുക്കാൻ ഞാൻ റെഡി. പൊട്ടിച്ച് ഗോൾഡ് കോയിൻ വല്ലതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. ശരി, നമ്മൾ വൃത്തിക്ക് പൊട്ടിച്ചാൽ നമുക്ക് തന്നെ നമ്മളെ ക്ലൈൻസിനും കൊടുക്കാം. പ്രതീക്ഷിക്കാത്തൊരു സാധനം മൈലാഞ്ചി. വെറുതല്ല. എടീ 15 നമ്മൾ 6 ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങളില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പം ഞാനൊരു സലാഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഒരു സലാഡ് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടെ ഒരുപാട് ബുക്സൊക്കെ ഉണ്ട്. അപ്പം ഡെക്കറേഷൻസ് ഒക്കെ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ ഞാൻ എന്താ ഓർഡർ ചെയ്തിട്ടുള്ളത് ഗസ് ചെയ്യാം. ഇതാണ് ഓൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു സലാഡ്. ഞാൻ സലാഡൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്നെ പെടുന്നുണ്ടല്ലോ, ഉറങ്ങിക്കോ എന്നെ പെടുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഡയറ്റൊക്കെ ആയതുകൊണ്ട് സലാഡൊക്കെ കഴിക്കുള്ളൂ. അതെ, ഇന്നലെ മന്തി വെച്ചിട്ടുള്ളൂ, ഇന്ന് സലാഡും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്. ഉച്ചക്ക് ചോറിൻ്റെ പകരം സലാഡ്. പുതിയ അതിഥിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ലൈമ് മേടിച്ചു കൊടുത്തതിന് പരാതി പറഞ്ഞിട്ട് അത് സാലഡാ, ചിക്കൻ സാലഡ, പച്ചക്കറി പാസ്ത എത്ര ഒന്നും വേണ്ട. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം.
ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. നല്ല അലങ്കോലമൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനിയാണ് ഓരോന്ന് സെറ്റ് ചെയ്യാൻ. ശബാന അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്യൂലേ? Hi guys, welcome back to our YouTube channel. So today we are decorating the Christmas arrangement. ആ ശരി. അത്ര സ്ഥലത്തെ ക്ലാസ്സിന് ഞാൻ പോയിട്ടുള്ളൂ. ബാക്കി ഒരാൾ കുറെ നേരമായി സ്റ്റാർ നിവർത്താൻ നോക്കണ്. അയ്യോ ഇതെന്താ ഇങ്ങനെ വെർട്ടിക്കൽ എടുക്ക്. ഇതിലാരും കിട്ടുന്നില്ലേ? അവിടെ വെച്ചാണെങ്കിൽ അപ്പൊ ഗൈസ് ഞങ്ങളുടെ ട്രീ ഒരു ഇതൊക്കെ അങ്ങനെ സെറ്റാക്കി കൊണ്ട് പോകും. വളകിൽ ഇതൊക്കെ നിർത്തിന്റെ മോളജ് പിന്നില്ലാതെ നിർത്ത്. ഇതൊക്കെ നിർത്തി കഴിഞ്ഞതാണ്. നിർത്താൻ നിങ്ങളുടെ കൊറേ ക്രിസ്മസ് ട്രീ വരുന്നപ്പോ ഞാനൊക്കെ വിചാരിച്ചു ഇത്ര എന്റെ ഹൈറ്റിന്റെ ഒപ്പം ഞാനും ആദ്യം ഇങ്ങനെ വിചാരിച്ചത്. പിന്നെയാണ് സൗമ്യ പറഞ്ഞത് ഇത്ര മാവിന്റെ മോള് കൊണ്ടുപോയി നോക്കേണ്ടി വരും. എന്റെ ഹൈറ്റ് നല്ല ഞാൻ അത്ര മിനിമം നമുക്കൊരു ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ നമ്മളെ LDF സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി റഫ്ന, BJP സ്ഥാനാർത്ഥി ലുലു. നാളെ മുതൽ യൂട്യൂബിൽ കത്തുന്നത് വ്ളോഗിനാണ്. എനിക്ക് ഓർമ്മക്കല്ലേ എൻ്റെ വ്ളോഗിൽ 2 സബ്സ്ക്രൈബേഴ്സ്. സാധാരണ വൈക്കോൽ കൂട്ടത്തിലാണ് നമുക്ക് എന്തുണ്ടാവാറുള്ളത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വെറൈറ്റി മേഘങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ. അതാണ് ഞങ്ങളുടെ തീം. മേഘമാണ് ഇത്. ഇതാണ് ഞങ്ങളുടെ മേഘം. എന്തുകൊണ്ടാണ് മേഘങ്ങൾക്കിടയിൽ ഇഷ്യൂ കിടന്നത്? ഓൾറെഡി വൈറ്റ് അതിന്റെ മേലെ പോയിട്ട് പഞ്ഞി വെക്കണ്. ഇവിടെ ഇങ്ങനെ കൊടുത്താണേ. അപ്പൊ ഗൈസ് നമുക്ക് 2 സ്റ്റാർ ഉണ്ട്. ഒന്ന് അവിടെ അത് ഷബാന തൂക്കിയോണ്ട് ഷബാന സ്റ്റാറും ഇത് റഫ്ന തൂക്കിയോണ്ട് റഫ്ന സ്റ്റാറും. എല്ലാരും ബ്ലാക്ക്. എല്ലാരും ബ്ലാക്ക് ആണല്ലോ ഗൈസ്. അപ്പൊ ഞങ്ങള് പ്രോസസിംഗിലാണ്. ഞങ്ങളെ ലാസ്റ്റ് ക്രിസ്മസ് ആയിരിക്കും മേ ബി ഇത്. സോ
ഞാൻ ധരിച്ച് ചാവാൻ പോവാ. നെക്സ്റ്റ് കൊല്ലം ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ബൈ ബൈ ഗൈസ്. ഇതൊരു ഓർമ്മപ്പെടുത്തലുകൾ അടുത്ത് വരുന്ന ആളുകൾക്ക്. ബൈ. ബോ കെട്ടാനുള്ള ശ്രമത്തിലാണ്. ഇത് പോവല്ല. ഇനി അടുത്ത ആള് നോക്കണ്ട്. എന്നല്ലേ ചെട്രാശിരുന്ന് കാണുന്നേ. ബോന്റെ ഒരു വാല് പോലും അയച്ചില്ല. ഇതിപ്പോ പിന്നെ അടിച്ചാൽ മതി. അതോ പിന്നെ എടിച്ചൊന്നും വിട്ടു പോന്നും വിട്ട് പണി അറിയുന്ന ആരെങ്കിലും ഇവിടെ ക്രാഫ്റ്റ് വർക്ക് അറിയണ ഒരിച്ച് പോലും ഇല്ലല്ലോ. ഞാൻ ഇനി കണക്കറിയാലോ. എനിക്കറിയേ. ഇങ്ങനെയാണ് പഠിച്ചത്. യെസ്, ഫൈനലി ഐ മേഡ് ഇറ്റ്. തന്നാ എന്നിട്ട് സ്റ്റാപ്ലർ അടിക്കുന്നു. ഇടിച്ചിങ്ങനെ ആവണില്ല. അത് എന്താണ് ചേച്ചി എന്ത് ദുരിതങ്ങളാണ്. കണ്ടാ കണ്ട 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 എന്നിട്ട് സ്റ്റാപ്ലറൊക്കെ അടിച്ചാൽ മതി. വീണ്ടും സ്റ്റാപ്ലർ അടിച്ചിരിക്കുന്നു. ഞാനോ വെറും 0. ഒന്നുമില്ല. ഇങ്ങനെ കെട്ടുക അവിടെ നടുവില്. അന്നേരം എടുത്താലാണ് ആദ്യം വരുള്ളേ. വെള്ളം അപ്പം നമ്മൾ കുറേ ബോ ഉണ്ടാക്കി കഴിഞ്ഞു. പിള്ളേരങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ പണിക്ക് നിന്നില്ല, അറിയാത്തോണ്ട്. ഇവര് എങ്ങനെയൊക്കെയോ ആഞ്ഞു പിടിച്ച് ചെയ്തു. നമുക്ക് പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സൗമ്യ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നിറച്ചത് ആ വെള്ളം നിറച്ചിക്കണം. വികൃതി കാട്ടുന്ന കുട്ടി. അത്ര ചോറ് പാടുന്നു. കുറച്ച് കഴിച്ചേ. ഇതാണ് ഞാനാണ് പ്രാവശ്യത്തെ ക്രിസ്മസ് സമൂഹം. ഒന്നും കൂടെ ഇന്നലെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക.
ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് കേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് ബാച്ചറിൻ്റെ പ്രോഗ്രാമാണ് ഇനി ലാസ്റ്റ്. ഇത് കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. മോർണിംഗിൽ ഒരു പരിപാടി കഴിഞ്ഞു. ഈവനിങ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് പരിപാടി കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് DJ ഡാൻസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ രാവിലെ കേക്ക് കിട്ടിയിട്ടില്ല. ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ രോദനം രാവിലെ കേട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇന്ന് തീർക്കാൻ വിചാരിച്ചു. രണ്ടാമത്തെ കേക്കാം ഇത് കിട്ടായിരിക്കാൻ പറ്റില്ല. ഷുഗർ കട്ടാണ്, ഷുഗർ കട്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി DJ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ബിസ്ക്കറ്റ് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഗെയിമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ DJ പരിപാടികൾ ചെയ്യുന്നത്. മൂക്കിൽ നിന്നും ചുണ്ടിലേക്ക് നമുക്കിതിൽ ആരാ വിൻ ചെയ്യാൻ നോക്കാം. അവർക്ക് ഈ അപ്പൂപ്പന്റെ അടുത്ത് ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. രണ്ടുപേര് പയ്യ തിന്നാം, പനയും തിന്നാം. ഈ 3 പേരിൽ നിന്നും വീണ്ടും നമ്മൾ മത്സരം ആരംഭിക്കുന്നു. ഏത് മൂലക്കിലൊക്കെ നോക്കാം. കിട്ടിയിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ തരാം. ചൂട് തണുപ്പിലാണ് അത് അവർ തെരഞ്ഞെടുത്തോളൂ. എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇനി 2 ഗിഫ്റ്റ് കൂടെ കിട്ടാനുണ്ട്. ഒരാൾക്ക് കൂടെ കിട്ടിയിരിക്കുന്നു, ഇനി ഒരാൾക്ക് കൂടെ ഉണ്ട്. ഒന്നുകൂടെ എല്ലാവർക്കും ഒക്കെ തണുപ്പുണ്ട്. കുന്നം പോയാൽ കുടത്തിലും തപ്പണം എന്നാണ് പറയാ. കിട്ടി. ഞാൻ പറഞ്ഞില്ല കുന്തം പോയാൽ കുടത്തിന് തപ്പണെന്ന്. പഴഞ്ചൊല്ലി എന്നിട്ട് ഇവിടെ ആരും തപ്പണില്ല. എന്താ ചെയ്യാ?
ഇല്ലല്ലേ? സുംബാറും പോയിട്ട് 2 ഡാൻസ് കളിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.